പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പണിയണമെന്ന് ചലച്ചിത്ര നിർമ്മാതാവ് സാന്ദ്ര തോമസ്. നിലവിലെ കമ്മിറ്റിക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്ന് നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ഷീലു കുര്യനും ചൂണ്ടിക്കാണിച്ചു. ഇത് കാണിച്ചുകൊണ്ട് അവരുടെ കത്ത് സംഘടനയ്ക്ക് നൽകി. സാന്ദ്ര തോമസ് ഇതിനെക്കുറിച്ച് നടത്തിയ പ്രതികരണം. അപ്പോൾ അതുപോലും ഒരു പ്രഹസനം പോലെ ആയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാര്യം ഓൾറെഡി മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചതിന് ശേഷമാണ് ഞങ്ങളെ അവിടെ വിളിച്ചു വരുത്തി അങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയത്. വിവരങ്ങൾ നൽകുന്നു ശ്യാം, പറയൂ. ശ്യാമെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? അസോസിയേഷൻ അഗെയിൻസ്റ്റ് ഒരു കത്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അഗെയിൻസ്റ്റ് ആരെങ്കിലും ഒന്ന് പറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുള്ള കാര്യം തന്നെയാണ്. കാര്യം ഇതൊരു വലിയ ഒരു കോക്കസാണ്. അതിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുക എന്ന് പറയുന്നത് വലിയ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നിട്ടും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, നാളെ എൻ്റെ മക്കൾക്കും ഇതേ ഇൻഡസ്ട്രിയിൽ വരാൻ താല്പര്യമുള്ളവരായിരിക്കാം. അപ്പോൾ അവർക്ക് നമ്മളൊരു നല്ലൊരു വർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണത്. ഈ മലയാള സിനിമയിലുള്ള അല്ലെങ്കിൽ സ്ത്രീകളോട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളവിടെ ഉണ്ടെന്ന് തന്നെ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പലരും തിരിച്ചറിയാറില്ല. കാര്യം 15 വർഷമായിട്ട് ഈ സംഘടനയിൽ ഉള്ള ഒരാളാണ് ഞാൻ. എല്ലാവരും കാണുമ്പോൾ എല്ലാവരും ചിരിക്കും, വർത്തമാനം പറയും എന്നല്ലാതെ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു പരിപാടികളിലും ഏതെങ്കിലും ഒരു സ്ത്രീകളെ അവിടെ 15 വർഷമായിട്ട് പല സ്ത്രീകളും അവിടെ ഉണ്ട്, 10-15 വർഷങ്ങളായിട്ട്. അപ്പം ഇതുവരെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ നിങ്ങൾ ആരെങ്കിലും ഒരു സ്ത്രീകളെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ? ഒരു പൂ കൊടുക്കാൻ പോലും വിളിക്കാറില്ല. നമ്മളൊക്കെ നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യാറ്. കാണുമ്പം ചിരിക്കും, വർത്തമാനം പറഞ്ഞത് കൊണ്ട് അവരെ പോലെ തന്നെയാണ് നമ്മളും സിനിമ ചെയ്ത് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മളെ തരം തിരിച്ച് കാണുന്നതിനോട് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. സംഘടന പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു മൗനം പരിശോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ ഒരു വിഷയം വന്ന സമയത്ത് വളരെ പെട്ടെന്ന് പ്രതികരിച്ചു. പക്ഷേ സ്ത്രീകളെ ഇത്രയും ബാധിക്കുന്ന വിഷയം വന്നപ്പോഴത്തേക്കും പ്രതികരിക്കാനായിട്ട് ആ നേതൃത്വത്തിൽ തന്നെ പലരും പല രീതിയിലാണ് പ്രതികരിച്ചത്. അത് ഇതിന് ഉദാഹരണം ഞങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയല്ലേ. അത് ഇത്രയും നാളായിട്ട് ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല, ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇരിക്കുന്നത്. ഈ പറയുന്ന ഓരോ നിർമ്മാതാക്കളുടെയും ലൊക്കേഷനുകളിലാണ് ഈ വന്നിരിക്കുന്ന ഓരോ. ശ്യാംകുമാർ ടെലിഫോണിൽ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. പറയൂ ശ്യാം. SKN പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ കത്ത് നൽകിയ ശേഷമാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ 24-നോട് പ്രതികരിച്ചത്. സംഘടന ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പോരാ എന്നുള്ളതാണ് സാന്ദ്ര തോമസ് പറയുന്നത്. കടുത്ത വിവേചനമാണ് സ്ത്രീകൾ നേരിടുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. 15 വർഷമായി താൻ അവിടെ ഒരംഗമായി തുടരുന്നു. തന്റെ കുട്ടികൾക്കുൾപ്പെടെ ഈ മേഖലയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു അമ്മ എന്ന രീതിയിൽ കൂടിയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. സ്ത്രീകളെ പരിഗണിക്കുന്ന പോലുമില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. പലതവണ തിരുത്താൻ ശ്രമിച്ചു, സംഘടനയ്ക്കുള്ളിൽ നിന്ന് തിരുത്തലിന് ശ്രമിച്ചു. പക്ഷേ അതൊന്നും നടപ്പാകുന്നില്ല. ഇതോടുകൂടിയിട്ടാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറയാൻ തയ്യാറായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും സ്ത്രീകളെ ഇകഴ്ത്തി കാണിക്കാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ളവർ ശ്രമിച്ചത്. ഇക്കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ താൻ സംഘടനാ വിരുദ്ധയായി ചിത്രീകരിക്കുകയും നടപടി നേരിടുകയും ചെയ്യാം. എന്നാലും തനിക്ക് ഇനി പേടിയില്ല, ഇക്കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം മലയാള സിനിമയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ ഒരു വലിയ കോക്കസ്, നേരത്തെ മലയാള സിനിമയിൽ ആരോപിക്കപ്പെട്ട ഒരു വലിയ കോക്കസ് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഉണ്ട്. ഇവരുടെ ഭാരവാഹികൾ പല മറ്റ് സംഘടനകളിലും ഉണ്ട്. അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സാന്ദ്ര തോമസും വ്യക്തമാക്കുന്നത്. ഏതായാലും സാന്ദ്ര തോമസിന്റെ തുറന്നു പറച്ചിലുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിന് നേരെയാണ്. ഒരു കോക്കസായി പ്രവർത്തിക്കുന്നു, സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ ചർച്ചയുണ്ടാകണം, തുടർ നടപടികൾ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി സാന്ദ്ര തോമസിനെ പോലെ മലയാളത്തിലെ ഏറ്റവും മുൻനിര നിർമ്മാതാക്കളിൽ ഒരാൾ പറയുകയാണ്. സ്ത്രീകൾക്ക് അന്തസ്സായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് സാന്ദ്ര വ്യക്തമാക്കുന്നത്.